ശ്രീ ഷൈജു ആന്റണി, താങ്കളോടാണ് ചോദ്യം. ഈ ക്രിസ്മസ് ആഘോഷ ചിഹ്നങ്ങളെപ്പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ടോ? എന്താണ് ഇന്ന് ഈ സഭാ അധ്യക്ഷന്മാരൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം? അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നുകൂടി കാണേണ്ടി വരുമോ? ലാൽ, വളരെ പ്രധാനമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ക്രിസ്മസിന് അവിടെ ഇവിടെയൊക്കെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇത് ക്രിസ്മസിന് അവിടെയും ഇവിടെയും ഉണ്ടായ ഒരു പൊട്ടലും ചീറ്റലുമല്ല. വളരെ ആസൂത്രിതമായി ക്രിസ്മസ് തുടങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതിന് ഞങ്ങൾക്ക് ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള RSS അനുകൂല സംഘടനകൾക്ക് വളരെ കൃത്യമായി ഒരു കലാപത്തിന് ആഹ്വാനം നൽകുന്നതിന് തുല്യമായി അവരതെടുത്തു. അതുതന്നെ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ. തൊട്ടുപുറകെ UP-യിൽ വളരെ കൃത്യമായി അവർ അവിടെ ഈ ക്രിസ്മസ് ആഘോഷ ദിവസം തന്നെ അതൊരു വർക്കിംഗ് ഡേ ആക്കുകയും അത് ക്രിസ്തുവിൻ്റെ ജന്മദിനമല്ല, വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടെ ഉത്തരവിടുകയും ചെയ്തു. തൊട്ടുപുറകെ രാജസ്ഥാനിലും അത്തരമൊരു ഉത്തരവ് വന്നു. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്രിസ്മസ് ആഘോഷത്തെ ഇകഴ്ത്തി കാണിക്കാൻ വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് മെത്രാന്മാർ, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ റായ്പൂരിൽ ജോലി ചെയ്യുന്ന 1-2 വൈദികരുമൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അവിടെ ജോലി ചെയ്യുന്ന മറ്റു ചിലരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നാണ്. ഏത് സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയണേ എന്ന് വെച്ചാൽ, ഇവിടെ വ്യാപകമായി മിക്കവാറും എല്ലാ പള്ളികളുടെ മുമ്പിലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. നിങ്ങൾ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല, നിങ്ങൾ കാണാത്തത് അതിനേക്കാൾ ഭീകരമാണ് എന്ന് അവിടെയുള്ള വൈദികർ നമുക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു നിസ്സാരമായൊരു കാര്യമായി നമ്മൾ ഇതിനെ കാണരുത്. അതിൻ്റെ ആഴം അത്രമേൽ വലുതാണ്. മിക്കവാറും എല്ലാ പള്ളികളിലും, ഛത്തീസ്ഗഡിലേക്ക് മിക്കവാറും എല്ലാ പള്ളികളിലും, മധ്യപ്രദേശിൽ, ആസമിൽ മിക്കവാറും എല്ലാ പള്ളികളും, അതായത് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പള്ളികൾ, ഗ്രാമപ്രദേശങ്ങളിൽ അത്ര പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ടൗൺ കേന്ദ്രീകരിച്ചുള്ള പള്ളികളിൽ വ്യാപകമായ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും RSS അനുകൂല സംഘടനകൾ പ്രതിഷേധമുണ്ടാക്കി. അതുണ്ടാക്കിയതിൻ്റെ ഫലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശിനോടുള്ള ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ കുരിശിനെ പിഞ്ചൊല്ലുന്നവരോടുള്ള യുദ്ധമാണ്. അത്തരമൊരു യുദ്ധമാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് RSS അനുകൂല സംഘടനകൾ. കുരിശിനെ പിഞ്ചൊല്ലുന്ന ഞങ്ങളെപ്പോലെയുള്ള ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. ആ ക്രിസ്ത്യാനികളോട് വ്യാപകമായി യുദ്ധം ചെയ്യുകയാണ്. കുരിശ് നാട്ടിയിരിക്കുന്ന സകലയിടത്തും എരച്ചു കയറുകയാണ്. അങ്ങനെ എരച്ചു കയറുമ്പോൾ സാന്താക്ലോസ് ഇവരുടെ ഒരു ശത്രുവിനെ പോലെയാണ്. സാന്താക്ലോസിനെ കാണുമ്പോൾ വലിച്ചെറിഞ്ഞ് താഴെ എറിയുകയാണ്. ചുവന്ന നിറം, ചുവന്ന തൊപ്പി, സാന്താക്ലോസിന്റെ തൊപ്പിയുണ്ടല്ലോ, ആ തൊപ്പി ധരിച്ചു പോകുന്നവരോട് പോലും ഇവർക്ക് ശത്രുതയാണ്. ചുവന്ന നിറം കാണുന്നത് വല്ലാത്ത അലർജിയായി മാറിയിരിക്കുന്നു. അത്തരം ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മാനം കെടുത്തുന്ന ഒരു നിലപാടിലേക്ക് RSS അനുകൂല സംഘടനകൾ പോയി എന്നുള്ളത് ലജ്ജയോടെ നമ്മൾ കാണേണ്ടതാണ്. അതിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഇവര് എരച്ചു കയറിയ ഒരു സ്ഥലം ഒരു ഓഡിറ്റോറിയമായിരുന്നു. ആ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് ഇവർ താഴേക്ക് നോക്കുമ്പോൾ ചുവന്ന കാർപ്പറ്റാണ്, കസേരകളെല്ലാം ചുവപ്പാണ്. ആ ഓഡിറ്റോറിയത്തിന് ക്രിസ്മസുമായി ഒരു ബന്ധമില്ല. പക്ഷെ ചുവന്ന കാർപ്പറ്റും ചുവന്ന കസേരയും കണ്ട് ഓഡിറ്റോറിയം മുഴുവൻ അടിച്ചു തകർത്തു. റായ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാളാണ് മാഗ്നറ്റോ മാൾ. ആ മാളിനകത്തേക്ക് ഇവർ എരച്ചു കയറി. അവിനാഷ് ഗ്രൂപ്പിന്റെ ആണ് മാഗ്നറ്റോ മാൾ. അത് ക്രിസ്ത്യാനിയുടെ മാളൊന്നുമല്ല.
അവിനാഷ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ മാഗ്നറ്റോ മാളാണ്. ആ മാളിനകത്തേക്ക് ഇവർ ഇരച്ചു കയറിയിട്ട് ആ മാളിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവർക്ക് സെക്യൂരിറ്റി ഉണ്ട്, അവർക്ക് അതിശക്തമായ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാവരും നോക്കുകൂത്തിയായി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ മുഴുവനും ഏതെങ്കിലും ഒരു അക്രമകാരിക്കെതിരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പോലീസ് സംഘം നടപടിയെടുത്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അക്രമകാരികളോട് നിങ്ങളൊന്ന് വെറുതെ ഇരിക്കൂ എന്നെങ്കിലും പറയുന്നതായി നിങ്ങൾ കണ്ടോ? കണ്ടില്ല. എന്ന് വെച്ചാൽ സർക്കാർ ആസൂത്രണം ചെയ്ത കൃത്യമായ പദ്ധതിയായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്. ഇത്രയും കാലം അവർ മറ്റൊരു സമൂഹത്തിന് ഇസ്ലാം മതക്കാരെ വേട്ടയാടിയിരുന്നെങ്കിൽ ഇതാ ക്രിസ്ത്യാനിയെ വേട്ടയാടാൻ തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ശരി, ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇതിനെ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയേണ്ടി വന്നത്. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ലാലെ ഒന്ന് കേൾക്കണം. ശ്രീ സുരേഷ് ഗോപി പറയാണ്, എൻ്റെ വീട്ടിൽ വരൂ, വീട്ടിൽ ഞാൻ സീരീസ് സെറ്റ് നക്ഷത്രം ഇട്ടിട്ടുണ്ട്. വീട്ടിൽ സീരീസ് സെറ്റും നക്ഷത്രവും ഇട്ടത് കൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇവിടെ കേരളത്തിൽ അടക്കം സംരക്ഷണം കിട്ടുമെന്ന് കരുതേണ്ടതില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയാണ്, കുറച്ച് വട്ടന്മാർ എന്തൊക്കെയോ ചെയ്തു. ആ വട്ടന്മാർക്കെതിരെ, ആ വട്ടന്മാരുടെ സംഘടനകളുടെ എല്ലാം പേരുകൾ RSS അനുകൂല സംഘടനകളാണ്. അവർക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോ വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇത്രയും കാലം മുഴുവൻ നമ്മൾ ഈ ക്രിസ്ത്യാനിക്ക് നേരെ നടക്കുന്ന ക്രിസ്ത്യൻ പെർസിക്യൂഷനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് ഈ പെർസിക്യൂഷൻ ശരിയല്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ഏതെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിമാരോ പറഞ്ഞതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടോല, നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അവരാരും അത് പറയുന്നില്ല. മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഇവിടെ ഇത്തരമൊരു അക്രമം നടക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് എന്തൊരു രാജ്യമാണ്? യാതൊരു ക്രമസമാധാന പാലനവുമില്ല. കേറുന്ന ആൾക്കൂട്ടത്തിന് മുഴുവൻ എവിടെയും കയറി ആക്രമിക്കാം. വഴിയോര കച്ചവടക്കാരെ ആക്രമിക്കാം, ചുമ്മാ തൊപ്പി വെച്ച് നടന്നു പോകുന്നവരെ ആക്രമിക്കാം, ബധിരരായ അന്ധരായ അംഗപരിമിതരെ ആക്രമിക്കാം. ആരെയും ആക്രമിക്കാവുന്ന തരത്തിലേക്ക് ക്രമസമാധാന നില പാടെ തകർന്നുപോയി എന്ന് പറയാതിരിക്കാനാവില്ല. RSS അനുകൂല സംഘടനകൾ തീ കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് മാത്രം ഓർക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു.